നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് ചൂടുപിടിക്കുന്നു. കുന്നംകുളം നഗരസഭയിലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മത്സര രംഗത്ത് 2 മാധ്യമ പ്രവർത്തകർ ഇടം പിടിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CCTV അവതരിപ്പിക്കുന്ന ജനവിധി 2025 തത്സമയ സംവാദത്തിനും തുടക്കമായി. കടവല്ലൂർ അന്യോന്യത്തിന് ഞായറാഴ്ച അരങ്ങുണരും. സംസ്ഥാന ഗവർണർ RV ആർലേക്കർ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. ദേശീയ സെമിനാറിന് തുടക്കമായി. മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നാലുനാൾ എരുമപ്പെട്ടിക്ക് ആവേശത്തിന്റെ കലാപൂരമൊരുക്കിയ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി. പോയിന്റ് നിലയിൽ സമഗ്ര ആധിപത്യത്തോടെ 629 പോയിന്റ് കരസ്ഥമാക്കി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി. കലോത്സവത്തിലെ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം സ്വന്തമാക്കി ടീം CCTV. വിശദമായ വാർത്തയിലേക്ക്. കലോത്സവത്തിന് കൊടിയിറങ്ങി. നാലുനാൾ എരുമപ്പെട്ടിക്ക് ആവേശത്തിന്റെ കലാപൂരമൊരുക്കിയ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി. പോയിന്റ് നിലയിൽ സമഗ്ര ആധിപത്യത്തോടെ 629 പോയിന്റ് കരസ്ഥമാക്കി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി. 413 പോയിന്റ് നേടി പന്നിത്തളം കോൺകോഡ് സ്കൂൾ രണ്ടാമതെത്തിയപ്പോൾ 368 പോയിന്റോടെ വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് സ്കൂൾ മൂന്നാം സ്ഥാനം നേടി. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ LP വിഭാഗത്തിൽ 3 സ്കൂളുകൾ ഒന്നാമതെത്തി. കുന്നംകുളം HC ഗവൺമെന്റ് UP സ്കൂൾ, ചൊവ്വന്നൂർ MTS LP സ്കൂൾ, കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂൾ എന്നിവയാണ് 65 പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തെത്തിയത്. 63 പോയിന്റ് നേടി മറ്റം സെന്റ് മേരീസ് LP സ്കൂൾ, കരിക്കാട് അൽ അമീൻ സ്കൂൾ, പന്നിത്തടം കോൺകോഡ് സ്കൂൾ രണ്ടാം സ്ഥാനത്തിന് അർഹരായി. UP വിഭാഗത്തിൽ 80 പോയിന്റ് നേടി ചിറളയം HCC ഗവൺമെന്റ് UP സ്കൂൾ ഒന്നാം സ്ഥാനം നേടി. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂൾ, ആര്യമ്പാടും സർവോദയം സ്കൂൾ, ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂൾ എന്നിവ 76 പോയിന്റ് നേടി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് EMHSS ഒന്നാം സ്ഥാനവും ചൂണ്ടൽ LIGHS രണ്ടാം സ്ഥാനവും കുന്നംകുളം BCGHS മൂന്നാം സ്ഥാനവും നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുന്നംകുളം GVHSS ബോയ്സ് സ്കൂൾ ഒന്നാമതെത്തി. ബദനി സെന്റ് ജോൺസ് സ്കൂൾ രണ്ടാം സ്ഥാനവും വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ സ്കൂൾ മൂന്നാം സ്ഥാനത്തിനും അർഹരായി. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം CCTVക്ക്. 4 ദിവസങ്ങളിലായി നടന്ന കലോത്സവ കാഴ്ചകൾ തത്സമയമായും വാർത്തകളിലൂടെയും പ്രത്യേക റിപ്പോർട്ടിംഗിലൂടെയും ജനലക്ഷങ്ങളിലേക്ക് മികവോടെ എത്തിച്ചതിനാണ് ഈ അംഗീകാരം. കലോത്സവ നഗരിയിൽ പ്രത്യേകം തയ്യാറാക്കിയ CCTVയുടെ തത്സമയ സ്റ്റുഡിയോ കലോത്സവത്തിന്റെ പകിട്ട് വർദ്ധിപ്പിച്ചിരുന്നു. ഓരോ മത്സരാർത്ഥികളും ടീമുകളും പ്രശസ്തരായ കലാകാരന്മാരും CCTV സ്റ്റുഡിയോയിലെത്തി കലാപരിപാടികൾ അവതരിപ്പിച്ചും കലോത്സവ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. കലോത്സവ നഗരിയിലെത്തിയ കാണികളും CCTV സ്റ്റുഡിയോയിലെത്തി ഫോട്ടോ എടുത്താണ് മടങ്ങിയത്. മികച്ച റിപ്പോർട്ടിംഗിനും വാർത്താ കോർഡിനേഷൻ മികവിനും CCTV സീനിയർ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടിയെയും ക്യാമറാമാൻ ഇബ്രാഹിം പഴവൂരിനെയും സമാപന യോഗത്തിൽ സംഘാടകർ പ്രത്യേകം പ്രശംസിച്ചു. ക്യാമറ, റിപ്പോർട്ടിംഗ്, തത്സമയ അവതാരകർ, മിക്സിംഗ് തുടങ്ങി വിവിധ സാങ്കേതിക വിദഗ്ധരും ഡയറക്ടർമാരും ഓപ്പറേറ്റർമാരും ഉൾപ്പെടെ CCTVയുടെ വലിയൊരു ടീമാണ് കലോത്സവ സംപ്രേഷണത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചത്. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജേർണലിസം വിദ്യാർത്ഥികളുടെ സേവനവും ഉണ്ടായിരുന്നു. സമാപന സമ്മേളനത്തിൽ പബ്ലിസിറ്റി കമ്മിറ്റി നൽകിയ പുരസ്കാരം കുന്നംകുളം AEO A മൊയ്തീൻ, പബ്ലിസിറ്റി കൺവീനർ ജീസൻ കാക്കശ്ശേരി, കമ്മിറ്റി അംഗം PT കിറ്റോ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. CCTV ഡയറക്ടർമാരായ KC ജോസ്, VK പ്രമോദ്, CL ബിജു, മാനേജർ സിൻഡോ, ബാബു പോൾ, സീനിയർ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടി, ഓപ്പറേറ്റർ രാധിക കൃഷ്ണകുമാർ, റിപ്പോർട്ടർ KR രാധിക, ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴവൂർ, ചീഫ് ടെക്നീഷ്യൻ ഭരതൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി.
കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച ശബ്ദവും വെളിച്ചവും ഒരുക്കി കൂനമുച്ചി MB ബേസ് ഇവന്റ്സ്. സമാപന സമ്മേളനത്തിൽ കുന്നംകുളം AEO A മൊയ്തീനിൽ നിന്നും MB ബേസ് ഇവന്റ്സ് ഉടമയും CCTV ഡയറക്ടറുമായ ബാബു പോൾ മൊമന്റോ ഏറ്റുവാങ്ങി. 10 വർഷത്തിലധികമായി ഉപജില്ലാ ജില്ലാ കലോത്സവങ്ങളിൽ ശബ്ദവും വെളിച്ചവും നൽകി പരിചയമുള്ള MB ബേസ് ഇവന്റ്സ് ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ മികവുറ്റ രീതിയിലാണ് ഒരുക്കിയത്. 15 വേദികളിലാണ് ഒരേ സമയം വിവിധ മത്സരങ്ങൾ നടന്നത്. എല്ലാ സ്റ്റേജുകളിലും കുറ്റമറ്റ രീതിയിൽ സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കിയതിനാണ് ആദരം. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മൈം മത്സരത്തിൽ കുന്നംകുളം മോഡൽ ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. തുടർച്ചയായി 4 വർഷവും സ്കൂളിനാണ് ഉപജില്ലയിൽ 1ാം സ്ഥാനം ലഭിക്കുന്നത്. കഴുകൻ കുട്ടിയെ ഭക്ഷിക്കാനിരിക്കുന്ന ചിത്രത്തെ യുദ്ധകാല അടിസ്ഥാനത്തിലേക്ക് മാറ്റി ചിത്രം എടുക്കലല്ല, കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടതെന്നായിരുന്നു മൈമിലെ ആശയം. 1.5 മാസം കൊണ്ടാണ് വിദ്യാർത്ഥികൾ പരിശീലനം പൂർത്തിയാക്കിയത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയും പ്രോത്സാഹനവുമാണ് തുടർച്ചയായ വിജയത്തിന്റെ രഹസ്യമെന്ന് പരിശീലകനായ ഡിവൈൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ മൈമ് ഫസ്റ്റ് കിട്ടാൻ റീസൺ ഞങ്ങളുടെ സാറാണ്. ഞങ്ങളെക്കാട്ട് എഫേർട്ട് ഞങ്ങളുടെ സാറാണ് ഇതിൽ ഇട്ടേക്കണത്. ഞങ്ങളുടെ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞങ്ങളുടെ സാറിനാണ് ഡെഡിക്കേറ്റ് ചെയ്യണത്. ഞങ്ങൾക്ക് പോലെയല്ല, ഞങ്ങളുടെ സാറിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മൈമ് കയറിയതും ഫസ്റ്റ് വാങ്ങിയതും എല്ലാം സാറിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞങ്ങൾ സാറിന് കൊടുക്കുന്നത്. സ്ട്രിക്ട്ലി പ്രാക്ടീസിനാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും കുട്ടികളെല്ലാവർക്കും പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കുകയും ചെയ്യണം, അതിൻ്റെ ഒപ്പം ഇതും പഠിക്കണം. അതൊരു കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചുറി ഉണ്ടായിട്ട് പോലും എല്ലാവരും ഒരു ദിവസം പോലും ലീവ് എടുക്കാണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ്. ഞാൻ പഠിപ്പിച്ച് കൊടുത്തു എന്നുള്ളതുള്ളൂ, ഇവരത് പഠിച്ചു എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. അത് അവരാണ് ഇവിടെ പെർഫോം ചെയ്തത്. അവർ തന്നെയാണ് ശരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എടുക്കേണ്ട ആൾക്കാർ. കലോത്സവ നഗരിയിൽ ശുചീകരണം നടത്തി ഹരിത കർമ്മസേന. കുന്നംകുളം ഉപജില്ലാ കലോത്സവം അരങ്ങേറിയ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഹരിത കർമ്മസേന വൃത്തിയാക്കിയത്. കലോത്സവത്തിന്റെ പ്രധാനപ്പെട്ട 3 വേദികളും സംഘാടക സമിതി ഓഫീസുകളും പ്രവർത്തിച്ചിരുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 4 ദിവസങ്ങളിലായി കലോത്സവം കാണാൻ ആയിരക്കണക്കിന് പേരാണ് സ്കൂളിൽ എത്തിയത്. വെള്ളത്തിന്റെയും ശീതളപാനീയങ്ങളുടെയും കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും കടലാസുകളും സ്കൂളിൽ പരന്നുകിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് ഷീബ രാജേഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PB ബിബിൻ, SMC ചെയർമാൻ VS ശ്രീജൻ, ഹരിത കർമ്മസേന പ്രസിഡന്റ് സജിനത്ത്, സെക്രട്ടറി ബിനിഷ എന്നിവർ നേതൃത്വം നൽകി. സ്ഥാനാർത്ഥി നിർണയത്തിന് ചൂടുപിടിക്കുന്നു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കുന്നംകുളം നഗരസഭയിലെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മറ്റു മുന്നണികളെക്കാൾ വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മേൽക്കൈ നേടാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. 2ാം ഘട്ടത്തിൽ 16 വാർഡുകളിലേക്കുള്ള പട്ടികയാണ് പ്രഖ്യാപിച്ചത്. വാർഡ് 3 കിഴൂർ സൗത്ത് രേഷ്മ സുനിൽ, വാർഡ് 8 കക്കാട് മുരളീധരൻ, വാർഡ് 9 മുനിമട ബിനീഷ്, വാർഡ് 11 അയ്യമ്പറമ്പ് സെബാസ്റ്റ്യൻ, വാർഡ് 12 മീമ്പിക്കുളം രാജൻ അമ്മാട്ട്, വാർഡ് 14 ഉരുളിക്കുന്ന് ദീപ ബിനു, വാർഡ് 16 കാണിപ്പയ്യൂർ നോർത്ത് ഷാലി തോമസ്, വാർഡ് 17 ടൗൺ ബിന്ദു വിജയകുമാർ, വാർഡ് 20 കാണിയാമ്പാൽ സഖി വി സൂര്യൻ, വാർഡ് 30 ചെമ്മണ്ണൂർ സൗത്ത് VK രാജേന്ദ്രൻ, വാർഡ് 32 തെക്കൻ ചിറ്റഞ്ഞൂർ രജിത സജീഷ്, വാർഡ് 33 അഞ്ഞൂർക്കുന്ന് സുരഭി സജീഷ്, വാർഡ് 34 അഞ്ഞൂർ സജീഷ് കില്ലപ്പൻ, വാർഡ് 35 കാവിലക്കാട് ഗീത ശശി, വാർഡ് 36 ചിറ്റഞ്ഞൂർ MV ഉല്ലാസ്, വാർഡ് 37 ആലത്തൂർ ആദിൻ, വാർഡ് 19 വടുതല ബാബുരാജ് തുടങ്ങിയവരാണ് സ്ഥാനാർത്ഥികൾ. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KR അനീഷ് മാസ്റ്റർ, രാജേഷ് KS, വിപിൻ കൂടിയേടത്ത്, മണ്ഡലം പ്രഭാരി ഗിരീഷ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം 10 വാർഡുകളിലേക്കുള്ള പട്ടിക പ്രഖ്യാപിച്ചിരുന്നു.
തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CCTV സംഘടിപ്പിക്കുന്ന ജനവിധി 2025 തത്സമയ സംവാദ പരമ്പരയ്ക്ക് തുടക്കമായി. കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഭരണപക്ഷത്തിനു വേണ്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന CPM-ലെ യദുകൃഷ്ണൻ, കോൺഗ്രസിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, BJP-ക്ക് വേണ്ടി ഏക അംഗം പ്രദീപ് കുനത്ത് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. നടപ്പാക്കിയ വികസനവും വികസനമില്ലായ്മയും സജീവ ചർച്ചയായി. LDF-ഉം UDF-ഉം ഭരണമുറപ്പെന്ന് പറഞ്ഞപ്പോൾ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് നിർണായക ശക്തിയാകുമെന്ന് BJP പ്രതിനിധിയും പറഞ്ഞു. ചർച്ചയുടെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 10:30-ന് CCTV ന്യൂസ് ചാനലിൽ കാണാം. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കടവല്ലൂർ പഞ്ചായത്തിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന തത്സമയ ചർച്ച നടക്കും. ഭരണപക്ഷത്തിനു വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, പ്രതിപക്ഷത്തിനു വേണ്ടി കോൺഗ്രസ് അംഗം MH ഹക്കീം എന്നിവർ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറിയുടെ കയ്യിലാണ് ഫയലെടുക്കുന്നത്. 1 കോടി 5 ലക്ഷം രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയട്ടെ, ചോദിക്കട്ടെ വൈസ് പ്രസിഡന്റ് പറയട്ടെ എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്ന് വൈസ് പ്രസിഡന്റ് പറയട്ടെ. കേസ് നിലവിലെ ആ പൈസ തിരിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്ടർമാരെ സന്തോഷിന് എന്താണ് പഞ്ചായത്തിൽ കാര്യം? ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മത്സര രംഗത്ത് 2 മാധ്യമ പ്രവർത്തകർ. ദീപികയുടെയും രാഷ്ട്രദീപികയുടെയും ലേഖകൻ R ജയകുമാറും സർക്കിൾ ഓൺലൈൻ റിപ്പോർട്ടർ KS പാർവതിയുമാണ് മത്സര രംഗത്തുള്ളത്. ഇരുവരും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. മമ്മിയൂർ 32-ാം വാർഡിൽ നിന്നാണ് പാർവതി ജനവിധി തേടുന്നത്. കന്നി അംഗമാണ് പാർവതിയുടേത്. ഹൈസ്കൂൾ 34-ാം വാർഡിൽ നിന്നാണ് ജയകുമാർ മത്സരിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ജയകുമാർ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ അന്യതേ പെരുന്നാൾ ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തോടുകൂടി ആരംഭിച്ച അന്യതേ പെരുന്നാളിൽ നിരവധി വിശ്വാസികൾ കല്ലറകളിൽ മെഴുകുതിരി തെളിയിച്ചു. ശനിയാഴ്ച സെമിത്തേരി ചാപ്പലിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കത്തീഡ്രൽ പള്ളിയിൽ നിന്നും വെള്ളം തെളി ശുശ്രൂഷയും സെമിത്തേരി ചുറ്റിക്കൊണ്ടുള്ള പ്രദക്ഷിണവും കത്തീഡ്രലിൽ വിശുദ്ധ കുർബാനയും നടന്നു. കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾക്ക് നേർച്ചയും ഉണ്ടായി. വികാരി ഫാദർ VM ശമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി റെജി CI, സെക്രട്ടറി ബെന്നി KS എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കടവല്ലൂർ അന്യോന്യത്തിനോടനുബന്ധിച്ച് നടത്തിവരുന്ന ദേശീയ സെമിനാറുകൾ ആരംഭിച്ചു. വേദങ്ങളും വിജ്ഞാന പദ്ധതികളിലെ സംഗീത പാരമ്പര്യവും എന്നതിനെ ആസ്പദമാക്കിയാണ് ഈ വർഷത്തെ സെമിനാറുകൾ. ശനിയാഴ്ച 11 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ തുടങ്ങിയ സെമിനാറുകളുടെ ഉദ്ഘാടനം തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് നിർവഹിച്ചു. കാലടി സംസ്കൃത സർവകലാശാലയിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ CM നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സെമിനാർ കോർഡിനേറ്റർ പ്രൊഫസർ KA രവീന്ദ്രൻ വിഷയാവതരണം നടത്തി. IGNCA തൃശൂർ ചാപ്റ്ററിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ EN സജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. അന്യോന്യ പരിഷത്ത് വൈസ് പ്രസിഡന്റ് KN രാമനുണ്ണി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി PB ബിജു നന്ദിയും പറഞ്ഞു. മുല്ലമംഗലം നാരായണൻ മോഡറേറ്ററായ സെമിനാറിൽ വൈദിക മന്ത്രോച്ചാരണത്തിന്റെ സംരക്ഷണ വിദ്യകൾ എന്ന വിഷയത്തിൽ പ്രമുഖ വ്യക്തികളുടെ പ്രബന്ധാവതരണവും തുടർന്ന് ചർച്ചയും നടന്നു. തിരുനാവായ ബ്രഹ്മസ്വവും മഠവും മാറ്റുരയ്ക്കുന്ന വേദപരീക്ഷയായ അന്യോന്യത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച കേരള ഗവർണർ RV അർലേക്കർ നിർവഹിക്കും. ലഹരിയില്ലാ നാളേക്കായുള്ള ഹാപ്പി ഡോപ്പു ആക്ടിവിറ്റിയിൽ സ്റ്റെയിൻസ് മിജു സമ്മാനാർഹനായി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് വേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി സ്റ്റെയിൻസ് മിജുവാണ് ഹാപ്പി ഡോപ്പു ആക്ടിവിറ്റിയിൽ സർപ്രൈസ് സമ്മാനം ലഭിച്ചത്. ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ഹാപ്പി ഡോപ്പു സമ്മാനമായ സൈക്കിൾ വിദ്യാർത്ഥിക്ക് കൈമാറി. ഫെഡറൽ ബാങ്ക് മാനേജർ ഡയോൺ കാച്ചപ്പള്ളി, മലയാള മനോരമ സർക്കുലേഷൻ ഓഫീസർ K പ്രസൂൺ, AKSDA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഭാസി ഗരിമ, സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ് എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ശ്രീ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നവംബർ 18 ചൊവ്വാഴ്ച കൊടിയേറും. വൈകിട്ട് 7-ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരി ഉത്സവത്തിന്റെ കൊടിയേറ്റം നിർവഹിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ദിവസേന രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, രാവിലെ 7:30 മുതൽ മേളത്തോടുകൂടിയ കാഴ്ചശിവേലി, എഴുന്നള്ളിപ്പ്, നവകം, പഞ്ചഗവ്യം എന്നിവയുണ്ടാകും. വൈകിട്ട് 4:30 മുതൽ കാഴ്ചശിവേലി, ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ്, അത്താഴപൂജ, തായമ്പക, കേളി പ്രദക്ഷിണം തുടങ്ങിയ ചടങ്ങുകളും ദിവസേനയുണ്ടാകും. ദിവസേന ഭക്തജനങ്ങൾക്ക് അന്നദാനം, എഴുന്നള്ളിപ്പുകൾ, വിവിധ വാദ്യഘോഷങ്ങൾ, കലാപരിപാടികൾ എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കൊടിയേറ്റ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ മുതൽ
കലവറ നിറയ്ക്കൽ എന്ന പ്രത്യേക ചടങ്ങും ഉണ്ടായിരിക്കും. വിവിധ ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ പ്രഭാഷണം, ചാക്യാർകൂത്ത്, നൃത്തനൃത്യങ്ങൾ, ഗാനസുധ, തായമ്പക എന്നിവയുമുണ്ടാകും. ഉത്സവം സമാപന ദിവസമായ നവംബർ 25 ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ഭഗവാനെ ആറാട്ടിനായി കലശമല ചിറയിലേക്ക് എഴുന്നള്ളിക്കും. മേളത്തോടെയുള്ള തിരിച്ചെഴുന്നള്ളിപ്പ് വൈകിട്ട് 7 മണിക്ക് ക്ഷേത്രത്തിലെത്തുകയും 11 പ്രദക്ഷിണം പൂർത്തിയാകുന്നതോടെ ഉത്സവത്തിന് കൊടിയിറങ്ങുകയും ചെയ്യും. ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നവംബർ 17 തിങ്കളാഴ്ച രാവിലെ മുതൽ നാഗപ്രതിഷ്ഠയും രക്ഷസന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളും ഉണ്ടാകും. ഉത്സവ പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കല്ലഴി ക്ഷേത്രം ഭാരവാഹികളായ കെ ആനന്ദൻ, പരമേശ്വരൻ ഈച്ചരത്ത്, മോഹനൻ നായർ, സുധാകരൻ കാണങ്കോട്ട്, മധുസൂദനൻ കെ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് തെരുവുനായ റോഡിനു കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റു. ചെമ്മണ്ണൂർ വാഴപ്പള്ളി വീട്ടിൽ ജോഷിക്കാണ് പരിക്കേറ്റത്. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ശിലാസ്ഥാപന പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറും. രാവിലെ 8-ന് വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് ശിലാസ്ഥാപന പെരുന്നാളിനുള്ള കൊടി ആശീർവാദത്തിന് ശേഷം വികാരി പെരുന്നാൾ കൊടിയേറ്റം നടത്തും. നവംബർ 20, 21 വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. CCTV പ്രാദേശിക ചാനലിൽ പെരുന്നാൾ തത്സമയം സംപ്രേഷണം ചെയ്യും. പെരുമ്പിലാവ് അക്കിക്കാവ് TM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2, +1 വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. 5 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഘർഷം. +1 വിദ്യാർത്ഥികളായ കോട്ടോൽ കല്ലാട്ടയിൽ നജീബിനെ മകൻ റാഷിദ്, കോട്ടോൽ കുമ്മാത്ത് ഇസ്മായിലിന്റെ മകൻ ഇജാസ് അഹമ്മദ്, പെരുമ്പിലാവ് പരുവക്കുന്ന് വെള്ളൂരയിൽ അബ്ദുറഹ്മാന്റെ മകൻ മുഹമ്മദ് ഷബീർ, തിപ്പിലശ്ശേരി ചെറുടങ്ങിൽ ജബ്ബാറിന്റെ മകൻ മുഹമ്മദ് നാസിഫ്, +2 വിദ്യാർത്ഥിയായ കോട്ടോൽ നൊണ്ണംപുള്ളി അബൂബക്കറിന്റെ മകൻ നിഹാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ K. അരുൺ മോഹൻ ക്ലാസ് നയിച്ചു. സിവിൽ സർവീസ്, സർക്കാർ മേഖലയിലെ വിവിധ തൊഴിൽ അവസരങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. PTA പ്രസിഡന്റ് PA പ്രേമരാജ്, പ്രിൻസിപ്പാൾ VB ശ്യാം, വേലായുധൻ, ശ്രീജ, ശശിധരൻ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ പഴഞ്ഞി റോഡിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് അപകടം. അയനൂർ സ്വദേശി പടുമൽ 32 വയസ്സുള്ള ആഷിഖിന് പരിക്കേറ്റു. ആഷിഖ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെ കടവല്ലൂർ പാറപ്പുറത്താണ് അപകടം നടന്നത്. അയനൂരിൽ നിന്നും കടവല്ലൂർ ഭാഗത്തേക്ക് വരുന്നതിനിടയിൽ പാതയോരത്തെ കലിങ്കിലിടിച്ചാണ് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞത്. ശിശുദിനത്തോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ നടന്ന പരിപാടികളുടെ വിശദാംശങ്ങളിലേക്ക്. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കുട്ടികൾ മുഴുവൻ ചാച്ചാജയായാണ് സ്കൂളിലേക്ക് വന്നത്. പനിനീർപ്പൂക്കളും ബലൂണുകളും നൽകി കുഞ്ഞുങ്ങളെ സ്വീകരിച്ചു. ശിശുദിന റാലിയും കുഞ്ഞുങ്ങളുടെ കലാപ്രകടനങ്ങളും ശിശുദിനാഘോഷത്തിന് മാറ്റേകി. മനോഹരമായ ശിശുദിന ആശംസകളും കാർഡുകളും ബാഡ്ജുകളും ഒരുക്കിയിരുന്നു. വിവിധയിനം മത്സര പരിപാടികളും നടന്നിരുന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ G. ജോർജ് ശിശുദിന സന്ദേശം നൽകി. അധ്യാപകരായ നിസ വർഗീസ്, സിസി KT, രമ്യ സുനീഷ്, ഷാനിഭ റസാഖ്, ഷിൻഡു ഷിജു എന്നിവർ നേതൃത്വം നൽകി. ശിശുദിനത്തിനോടനുബന്ധിച്ച് ഒയിറ്റ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾക്ക് വേദിയൊരുക്കിയ കിഡ്സ് ഫെസ്റ്റ് 2025 സ്കൂൾ പ്രിൻസിപ്പൽ സുമ അച്യുതൻ ദീപം കൊളുത്തി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. KG ടീച്ചർ ബീന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനറൽ കോർഡിനേറ്റർ സുമ A, PTMA വൈസ് പ്രസിഡന്റ് നിഷ സെൽബൻ, എക്സിക്യൂട്ടീവ് മെമ്പർ സിമി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് വിവിധ കലാമത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഷിനിയുടെ നന്ദി പ്രകാശനത്തിനോടുകൂടി കിഡ്സ് ഫെസ്റ്റിന് സമാപനം കുറിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് 12-ലെ സെന്റർ നമ്പർ 34 അമ്മു മെമ്മോറിയൽ അംഗനവാടിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ശിശുദിനം ആഘോഷിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ ശിശുദിനാഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്രയിൽ നെഹ്റുവിന്റെ വേഷത്തിൽ കുട്ടികൾ കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നൽകി. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത KP, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശോഭ, ആരോഗ്യ പ്രവർത്തകർ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മായ ബിജു, ജേക്കബ് C,
ബിജു VL, ശരത് TS, അംഗനവാടി ടീച്ചർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പങ്കെടുത്ത കുട്ടികൾക്ക് മധുരപലഹാരം വിതരണം ചെയ്തു. അംഗനവാടിക്ക് ഉപഹാരവും നൽകി. ശ്രീ സത്യസായി ബാബയുടെ 100ാം പിറന്നാൾ ആഘോഷത്തിന്റെ മുന്നോടിയായി നടക്കുന്ന നൃത്തോത്സവത്തിന് ഗുരുവായൂർ ഷിർദിസായി മന്ദിരത്തിൽ തുടക്കമായി. കലാമണ്ഡലം ഗോപി ആശാൻ ദീപോജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു. സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് മുഹമ്മദ് യാസിൻ, സായി സഞ്ജീവനി എക്സിക്യൂട്ടീവ് അരുൺ നമ്പ്യാർ, ട്രസ്റ്റി സബിത രഞ്ജിത്ത്, ഹേന ബാഹുലയൻ, കലാക്ഷേത്ര മീര സുധൻ, രേണുക മേനോൻ എന്നിവർ സംസാരിച്ചു. PT ചന്ദ്രൻ, OV രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വിവിധ നൃത്ത വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. നവംബർ 22-23 തീയതികളിൽ അതിവിപുലമായി ബാബയുടെ 100ാം പിറന്നാൾ ഷിർദിസായി മന്ദിരത്തിൽ ആഘോഷിക്കും. അന്നേ ദിവസങ്ങളിൽ പഞ്ചറുളി തെയ്യം, കുട്ടികൾക്കായുള്ള ആത്മീയ ക്ലാസുകൾ എന്നിവ ഉണ്ടാകും. കുന്നംകുളം ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ 1ാം വാർഷികം ആഘോഷിച്ചു. കുന്നംകുളം ബ്രാഞ്ച് സർജൻ ഡോക്ടർ M. ലക്ഷ്മി ഭദ്രദീപം കൊളുത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ജനറൽ മാനേജർ അജിത് കുമാർ, ബ്രാഞ്ച് വിസിറ്റിംഗ് കൺസൾട്ടന്റ് ഡോക്ടർ ബിന്ദു തോമസ്, മാർക്കറ്റിംഗ് മാനേജർ ചിഞ്ചു സുധി, സെൻട്രൽ മാനേജർ ഷിനി പ്രജിത്ത് എന്നിവരും സന്നിഹിതരായിരുന്നു. ഇതിനെ ഇത്ര വലിയ ഒരു സക്സസ് ആക്കി മാറ്റിയതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ തുറന്ന കൈകളും നിറഞ്ഞ മനസ്സോടും കൂടി ഞങ്ങളുടെ സർവീസിനെ, ഞങ്ങളുടെ എല്ലാ എൻ്റെ ടീമിൻ്റെ സർവീസിനെ അംഗീകരിച്ച കുന്നംകുളം നിവാസികളോടും ചുറ്റുവട്ടത്തുള്ള എല്ലാ ജനങ്ങളോടും ഹൃദയത്തിൻ്റെ രൂപത്തിൽ, സ്നേഹത്തിൻ്റെ രൂപത്തിൽ നന്ദി പറഞ്ഞുകൊള്ളണം. ഈ അവസരത്തിൽ, ഈ ആദ്യത്തെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ തുടർന്നും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നിങ്ങളുടെ കണ്ണുകളെ കാത്തോളാം എന്ന വാഗ്ദാനത്തെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട്, ആവർത്തിച്ചുകൊണ്ട് കുന്നംകുളം മാക്സിവിഷൻ, റാണി മേനോൻസ് മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന് ഭാവുകങ്ങളും നന്ദിയും നേർന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടെ 750ഓളം തിമിര ശസ്ത്രക്രിയകൾ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ സന്തോഷം പങ്കുവച്ചു. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഐ കെയർ തുടങ്ങി ചികിത്സാ രീതികളും ലാസിക്, ഫാർമസി, ലബോറട്ടറി തുടങ്ങിയ ചികിത്സാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. കൂടാതെ എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് ഇൻഷുറൻസുകളും EMI സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 170 രൂപ. ചരമം: പുന്നൂർക്കുളം ചമ്മന്നൂർ മുഹമ്മദ് നിര്യാതനായി. 77 വയസ്സായിരുന്നു. റോയൽ എൻഫീൽഡ് മദ്രാസിൽ ദീർഘകാലം ടെക്നീഷ്യനായിരുന്നു. ഖബറടക്കം നടത്തി. ജമീല ഭാര്യയും ഹർഷാദ് മകനുമാണ്. ചൂണ്ടൽ പരേതനായ ചാക്കുണ്ണി വിൻസെന്റ് ഭാര്യ ആനി ടീച്ചർ നിര്യാതയായി. 73 വയസ്സായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൂണ്ടൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റായിരുന്നു പരേത. ബൈജു, ഷൈജു, മഞ്ജു എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച കാലത്ത് 8:30 ചൂണ്ടൽ സൺതോം പള്ളി സെമിത്തേരിയിൽ നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് ചൂടുപിടിക്കുന്നു. കുന്നംകുളം നഗരസഭയിലെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മത്സര രംഗത്ത് 2 മാധ്യമപ്രവർത്തകർ ഇടം പിടിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CCTV അവതരിപ്പിക്കുന്ന ജനവിധി 2025 തത്സമയ സംവാദത്തിനും തുടക്കമായി. കടവല്ലൂർ അന്യോന്യത്തിന് ഞായറാഴ്ച അരങ്ങുണരും. സംസ്ഥാന ഗവർണർ RV അർലേക്കർ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. ദേശീയ സെമിനാറിന് തുടക്കമായി. മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. 4 നാൾ എരുമപ്പെട്ടിക്ക് ആവേശത്തിന്റെ കലാപൂരമൊരുക്കിയ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി. പോയിന്റ് നിലയിൽ സമഗ്ര ആധിപത്യത്തോടെ 629 പോയിന്റ് കരസ്ഥമാക്കി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി. കലോത്സവത്തിലെ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം സ്വന്തമാക്കി ടീം CCTV.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.